നമസ്കാരം. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ചീസ് ഓംലെറ്റ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസിലി വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. ഇത് മെയിനായിട്ട് വേണ്ടത് ചീസും എഗ്ഗുമാണ്. ഞാനിന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് ചീസ് സ്ലൈസസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷട്ടർ ചീസോ ഗ്രേറ്റഡ് ചീസോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മൈ നെയിം ഈസ് ഷാൻ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായി 2 എഗ്ഗ് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, അല്പം ഗ്രീൻ ചില്ലി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് അല്ലെങ്കിൽ വാട്ടർ ഒഴിക്കാം. ഞാനിപ്പോൾ വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഗ്രീൻ ചില്ലി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പെപ്പർ മാത്രം മതി. അതിനുശേഷം നമുക്ക് 2 ചീസ് സ്ലൈസ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ചീസ് ഓംലെറ്റ് എങ്ങനെ കുക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതൊന്ന് ഗ്രീസ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്, എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്യുവാണ്. ഞാനിപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചാൽ എഗ്ഗ് ആഡ് ചെയ്യുവാണ്. ഇനി ഇത് വളരെ ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചീസ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കണം. നിങ്ങളിപ്പോൾ റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ ചീസ് ലെഫ്റ്റ് സൈഡിലും, നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ചീസ് റൈറ്റ് സൈഡിലും വെക്കും. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഫോൾഡ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുവാണ്. ഓക്കെ, ഈ ഫോൾഡ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡ് ചീസ് വെച്ചുകൊണ്ട് എനിക്ക് റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ട്. ഒരല്പം നേരം നമ്മളിതിങ്ങനെ വെക്കുക. അപ്പം ഇതിൻ്റെ അകത്തെ ചീസെല്ലാം നന്നായിട്ട് മെൽറ്റാവും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിം മാത്രം വെക്കാവുള്ളൂ. ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ആ സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. മാത്രമല്ല അത് ചിലപ്പോൾ കരിഞ്ഞു പോകാനും സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് എഗ്ഗ് നന്നായിട്ട് വേകണം എന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടെ മറച്ചിട്ടിട്ട് അല്പനേരം കൂടെ കുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതായിട്ടുണ്ട്. ഇത് സെർവിങ് ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ 2 രീതിയിൽ ചെയ്യാറുണ്ട്. നന്നായിട്ട് കുക്ക് ചെയ്തും ഒരു സെമി കുക്ക്ഡായിട്ടും ചെയ്യാറുണ്ട്. എനിക്കൊക്കെ അല്പം സെമി കുക്ക്ഡാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്ത് കൊടുക്കുക. സെമി കുക്ക്ഡ് ആയിട്ടാണേലും നന്നായിട്ടാണ് കുക്ക് ചെയ്തിട്ടാണേലും നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ലോ ഫ്ലെയിമിൽ മാത്രം കുറച്ച് സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ. എന്നാൽ മാത്രമേ ആ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഫോളോ മീ ഓൺ Instagram ആൻഡ് Facebook. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഹോപ്പ് ടു സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.